मैं रेखा गुप्ता ईश्वर की शपथ लेती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. വിദ്യാർത്ഥി രാഷ്ട്രീയം നൽകിയ ബാലപാഠങ്ങൾ കൈമുതലാക്കി മുഖ്യമന്ത്രി പദത്തിലേക്ക് ചുവടുവെച്ച വനിതാ നേതാവ്, കൗൺസിലറുടെ കുപ്പായത്തിൽ ഭരണമികവ് ജനങ്ങൾക്ക് മുൻപിൽ തെളിയിച്ച ജനസേവക, BJP ഡൽഹിയുടെ താക്കോലേൽപ്പിച്ച രേഖ ഗുപ്ത നിസ്സാരക്കാരിയല്ല. 3 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ അനുഭവമുള്ള രേഖയുടെ കൈകളിൽ ഡൽഹിയുടെ താക്കോൽ ഭദ്രമെന്ന് BJPക്കറിയാം. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകി രേഖയെ മുഖ്യമന്ത്രിയാക്കിയതും ഇതുകൊണ്ടാണ്. ഹരിയാന സ്വദേശിനിയാണ് രേഖ ഗുപ്ത. 1974 ജൂലൈ 19 ജിന്ദ് ജില്ലയിലെ നന്ദ്ഗഡ് ഗ്രാമത്തിൽ ജനനം. രേഖയ്ക്ക് 2 വയസ്സുള്ളപ്പോഴായിരുന്നു കുടുംബം ഡൽഹിയിലേക്ക് താമസം മാറിയത്. പിന്നീട് പഠിച്ചതും വളർന്നതും ഡൽഹിയിൽ. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി സംഘടനയായ ABVPയിൽ അംഗമായിരുന്നു രേഖ. നിയമപഠനത്തിലായിരുന്നു രേഖയ്ക്ക് താൽപര്യം. ഗാസിയാബാദിലെ IMIRC കോളേജ് ഓഫ് ലോയിലും ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിലുമായി ഉന്നത പഠനം പൂർത്തിയാക്കി. ഇതിനുശേഷമായിരുന്നു രേഖ സജീവ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചത്. ഡൽഹി സർവകലാശാലയിൽ പഠിക്കുമ്പോൾ ദൗലത് റാം കോളേജിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ABVP പ്രതിനിധിയായി രേഖ മത്സരിച്ചിരുന്നു. ഇതിൽ ഉജ്ജ്വല വിജയം നേടിയ രേഖ പിന്നീട് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി 2003 BJPയുടെ യുവജന സംഘടനയായ യുവമോർച്ചയിൽ അംഗമായി. നേതൃമികവിനെ തുടർന്ന് ഡൽഹി യൂണിറ്റിന്റെ സെക്രട്ടറി പദം അലങ്കരിച്ചു. പിന്നീട് യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയായി. 3 തവണയായിരുന്നു കൗൺസിലറായി രേഖ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2007 ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള രേഖയുടെ കന്നി അംഗം. ഇതിൽ വിജയിച്ചു. ഇതിനിടെ കോർപ്പറേഷനിൽ വനിതാ ശിശുക്ഷേമ സമിതിയുടെ ചെയർപേഴ്സണായി 2 വർഷം സേവനമനുഷ്ഠിച്ചു. 2010 പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാകാനുള്ള ഉത്തരവാദിത്വം BJP ഏൽപ്പിച്ചത് രേഖയെ ആയിരുന്നു. 2012 വീണ്ടും പിതംപുരിയിലെ 54-ാം വാർഡിൽ നിന്നും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രേഖയുടേത് കന്നി അംഗമാണ്. ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെയുള്ള വിജയം BJPയെയും അത്ഭുതപ്പെടുത്തി. ഷാലിമാർ ബാഗ് ആയിരുന്നു രേഖയുടെ തട്ടകം. സിറ്റിംഗ് MLA ആയ ബന്ധന കുമാരിയെ 29,595 വോട്ടുകൾക്കാണ് രേഖ പരാജയപ്പെടുത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രേഖയുൾപ്പെടെ 7 MLAമാരുടെ പേരുകളാണ് ഉയർന്നു കേട്ടത്. അധികം വൈകാതെ രേഖയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. രേഖയ്ക്കായി എല്ലാവരും വഴിമാറി. എല്ലാവരുടെയും പിന്തുണയോടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി, 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖ മാറി. സുഷമ സ്വരാജിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന BJP വനിതാ നേതാവ് കൂടിയാണ് രേഖ. വനിതാ ശാക്തീകരണം എന്ന വാക്ക് വെറും വാചോടാപം മാത്രമാകുമ്പോൾ തങ്ങളുടെ 5ാമത്തെ വനിതാ മുഖ്യമന്ത്രിയെയാണ് രേഖ ഗുപ്തയിലൂടെ BJP ഉയർത്തിക്കാട്ടുന്നത്. ഉമാഭാരതി, സുഷമ സ്വരാജ്, വസുന്ധര രാജെ, ആനന്ദിബെൻ പട്ടേൽ എന്നിവരാണ് നേരത്തെ മുഖ്യമന്ത്രിയായ BJP വനിതകൾ. നാരീശക്തി എന്നത് വെറും പറച്ചിലല്ല എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചതിൽ BJPക്ക് അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ.